നമസ്കാരം. ഇസ്രായേൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നടപടികൾ ശരിയോ തെറ്റോ? ഈ ഒരു ചോദ്യമാണ് ആഗോളതലത്തിൽ ഇപ്പോൾ ഉയരുന്നത്. വിവിധ ലോകമാധ്യമങ്ങളും ലോകരാജ്യങ്ങളും ഒക്കെ തന്നെ ഇസ്രായേൽ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ശരിക്കുള്ള അവസ്ഥ എന്താണ്? ബന്ദികളെ വെച്ച് വില കുറഞ്ഞ വിലപേശൽ നാടകങ്ങളാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടന കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് ഇരവാദമുയർത്തിക്കൊണ്ട് ലോക ജനതയുടെ ആ ഒരു അനുകമ്പ പിടിച്ചുപറ്റിക്കൊണ്ട് നടത്തുന്ന നെറികെട്ട നീക്കങ്ങൾ തുടരുകയാണ്. എന്തായാലും ആക്രമണങ്ങളും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതുമൊക്കെ തന്നെ അപലപിക്കേണ്ടതാണ്. അതൊന്നും ശരിയായ നടപടികളല്ല. യുദ്ധം തന്നെ കെടുതിയാണ്, സമാധാനമില്ലായ്മയാണ്, ദുരന്തമാണ്. നമ്മൾ പലകുറി ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹമാസ് സ്കൂളുകളും അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ വീടുകളും ആശുപത്രികളുമൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങളാക്കുന്നു. സ്കൂളുകളിലും അതുപോലെ വീടുകളിലുമൊക്കെ ഇരുന്ന് കമാൻഡർമാർ പല തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തുന്നു. നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലേ, കശ്മീരിൽ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തിക്കൊണ്ട് ഭീകരവാദികൾ പട്ടാളത്തിൻ്റെ ആക്രമണത്തെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ പ്രതിരോധത്തെ ചെറുക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെയും സ്കൂൾ കുട്ടികളെയും ഒക്കെ തന്നെ നിരത്തിക്കൊണ്ട്, വീട്ടമ്മമാരെ, സ്ത്രീകളെ നിരത്തിക്കൊണ്ട് ഹമാസ് പ്രതിരോധം തീർക്കുകയാണ് എന്ന് വരുത്തി തീർക്കുന്നു. ഹമാസിൻ്റെ എല്ലാവിധ തോന്നിയാസങ്ങൾക്കും കുട്ടപിടിക്കുന്ന രീതിയിലേക്ക് ഈ തന്ത്രങ്ങൾ ഹമാസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനിയും ക്രൂരനായി പറ്റൂ, ഐ ഷുഡ് ബി മോർ ക്രൂവൽ. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ രക്ഷിക്കണം. യാതൊരു പ്രകോപനവുമില്ലാതെ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ പിന്തുടർച്ച, കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ ഒക്കെ തന്നെ, പൊട്ടിത്തെറികളൊക്കെ തുടരുകയാണ്. തീർച്ചയായിട്ടും ഖേദിക്കുന്നു. പക്ഷേ ഒരു രാജ്യത്തെ ജനതയ്ക്ക് അവരുടെ നിലനിൽപ്പാണ് പ്രധാനം എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന അസഭ്യ വർഷവും മറ്റു കാര്യങ്ങളുമൊക്കെ വാർത്തയായിരുന്നു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭരണാധികാരിക്ക് അവനവൻ്റെ രാഷ്ട്രത്തെ രക്ഷിച്ചേ പറ്റൂ, ഇസ്രായേൽ ജനതയെ രക്ഷിച്ചേ പറ്റൂ. നെറികെട്ട ചീഞ്ഞു നാറിയ തന്ത്രങ്ങളുമായി ഹമാസ് തുടരുകയാണ്. അൽ നസർ ആശുപത്രിയിൽ വിശദമായി പരിശോധന നടത്തി. 2 കമാൻഡർമാർ, ഏതാണ്ട് 20ഓളം ഹമാസ് ഭീകരവാദികൾ, അവിടുത്തെ യുദ്ധം ഓപ്പറേറ്റ് ചെയ്യുന്ന ആ വ്യക്തി അടക്കം ഉള്ള ആളുകളെയാണ് പിടികൂടിയത്, ഇല്ലാതാക്കിയത്. അപ്പോൾ വന്ന വാർത്ത ഇതാണ്: ആശുപത്രിക്കുള്ളിൽ ഇസ്രായേലിൻ്റെ ആക്രമണം. ആശുപത്രിയിലെ രോഗികൾ എഴുന്നേറ്റ് ഓടി, അല്ലെങ്കിൽ രോഗികളെ ഓടിച്ചുവിട്ടു. ഗുരുതരമായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് രക്ഷയില്ല എന്ന വാർത്ത വരുന്നു. സ്കൂളുകളിൽ പിഞ്ചുകുട്ടികളെ കൊല്ലുന്നു എന്ന വാർത്ത വരുന്നു. സ്കൂളുകളിൽ കഴിഞ്ഞ ദിവസം 3-4 ദിവസം മുൻപ് സ്കൂളിൽ നിന്ന് 7 ഭീകരവാദികളെയാണ് കണ്ടെത്തിയത് വിശദമായ പരിശോധനയിൽ. യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ഈ ഇരകൾ ഉയർത്തുന്ന കാര്യങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ ഇരവാദമുയർത്തുന്നവർ പറയുന്നതായിരിക്കില്ല അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ വാർത്ത പരത്തിക്കൊണ്ട് നേരത്തെ ഇവരെ സഹായിക്കാൻ, ഹമാസിനെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ ഹിസ്ബുള്ളയും ഹൂത്തികളും അങ്ങനെയുള്ള ഒരുപാട് സംഘങ്ങൾ, IS അടക്കമുള്ള സംഘങ്ങൾ രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ന്യായം പറയുകയാണെങ്കിൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിന് കീഴിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 28,000-ത്തിലധികം ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ടാണ് അനൗദ്യോഗിക കണക്കുകൾ വരുന്നത്. അതിനിടയിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു, UN റെഡ് ക്രോസ് സംഘാംഗങ്ങൾ കൊല്ലപ്പെട്ടു. അതൊക്കെ തന്നെ അപലപനീയമാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. യുദ്ധം തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഇരവാദമുയർത്തിക്കൊണ്ട് ലോക ജനതയുടെ അനുകമ്പ പിടിച്ചുപറ്റാൻ ഹമാസ് ഭീകരവാദികൾ പല ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു പോയത്. ഒരിക്കലും കൂട്ടക്കൊലയും ഇതുപോലെയുള്ള ആക്രമണങ്ങളെയും ഒന്നും ന്യായീകരിക്കുകയല്ല. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്: എത്രയും പെട്ടെന്ന് യുദ്ധം കെട്ടടങ്ങണം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതാണ് മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. UN ഉൾപ്പെടെ, വിദേശ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ ഇതാണ് മുമ്പോട്ട് വയ്ക്കുന്ന ആ ഒരു ചിന്ത. പക്ഷേ ഒരു തരത്തിലും ഇസ്രായേലിനെ മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ ഇസ്രായേലിനെ തകർക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഹമാസ് ഭീകരവാദികൾ നടത്തുന്ന ഗൂഢശ്രമങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേൽ തകർക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതൊരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമായിട്ട് കൂടി കാണേണ്ടതുണ്ട്. ഈ കൂട്ടക്കെടുതികളും കൊലപാതകങ്ങളും ബോംബ് വർഷവും ഒക്കെ തന്നെ എന്നേ അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു തരത്തിലും, ഒരു കരാറിലും, ഒരു തരത്തിലുള്ള സമാധാന ശ്രമങ്ങളിലും ഹമാസ് ഭീകര സംഘടന സഹകരിക്കുന്നില്ല. അവർ ബന്ദികളെ വെച്ച് വിലപേശുകയാണ്, ഇസ്രായേലിനെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുകയാണ്. യുദ്ധം കെട്ടടങ്ങാതെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം ഈ കൊല്ലപ്പെടുന്നത്, ഇപ്പോൾ അവരുടെ ഭീകരവാദികൾ പലരും കൊല്ലപ്പെടുന്നുണ്ട്. അവർക്കതൊന്നും പ്രശ്നമല്ല. അവർക്ക് ഫലസ്തീൻ എന്ന മതരാഷ്ട്രം സ്ഥാപിക്കണം. സമാധാനത്തോടെ കഴിയുന്ന ഫലസ്തീൻ ജനതയെ ഇന്ന് അഫ്ഗാനിസ്ഥാൻ എത്തിയതുപോലെയുള്ള ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണം
എന്നുള്ളതാണ് അവരുടെ അജണ്ട. മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചുകൊണ്ട്, ഭീകരപ്രവർത്തനങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട്, ഇസ്രായേൽ എന്ന സ്വതന്ത്ര രാജ്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട്, സ്വയം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ മുമ്പോട്ട് പോകുമ്പോൾ ലോക ജനതയുടെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് അവർ ഇത്തരം ഇരവാദങ്ങൾ മുഴക്കി മുമ്പോട്ട് പോവുകയാണ്. ആശുപത്രികളും സ്കൂളുകളും വീടുകളും പൊതു ഇടങ്ങളുമൊക്കെ തീവ്രവാദികളുടെ വിഹാര കേന്ദ്രങ്ങളാക്കി മാറ്റി ഇസ്രായേലിനെ തടയാൻ, പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ഹമാസ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അദ്ദേഹം ക്രൂരനാവട്ടെ, ഇനി ക്രൂരനല്ലാതെയാകട്ടെ, ആരുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിച്ചേ പറ്റൂ. അതായിരിക്കാം ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ പറഞ്ഞത്. യുദ്ധം വേണ്ടേ വേണ്ട, കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ ഒന്നും വേണ്ടേ വേണ്ട. പക്ഷേ അതിനിടയിലൂടെ ഇത്തരം കുതന്ത്രങ്ങളുമായി ഹമാസ് എത്തുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എനിക്ക് ഇനിയും ക്രൂരനാകാൻ കഴിയും, ഇനിയും എനിക്ക് യുദ്ധങ്ങൾ നടത്താൻ കഴിയും, ഞാൻ ക്രൂരനായേ പറ്റൂ, ആര് പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഒരു തീരുമാനമാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നത്.